നമസ്കാരം. ക്ഷേത്ര ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ. നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വളരെയധികം ശക്തിയുണ്ട് എന്ന് നമ്മളോട് മറ്റാരെങ്കിലും പറയുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോവുകയും അവിടെ നമ്മളുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു രീതിയാണ്. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ, നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ സ്വീകരിച്ച്, നമ്മൾ കൊടുക്കുന്ന പാൽപ്പായസമോ നമ്മൾ കൊടുക്കുന്ന കടുംപായസമോ നമ്മൾ കൊടുക്കുന്ന മറ്റെന്തെങ്കിലും വഴിപാടുകളൊക്കെ സ്വീകരിച്ചിട്ട് അത് ഒരു പ്രതിഫലമായി ആ വഴിപാടുകൾ സ്വീകരിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ആളുകളാണ് ഈശ്വരന്മാർ എന്നുള്ള ധാരണ നമുക്ക് പൊതുവേ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം വാങ്ങി നമ്മളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ആളുകളല്ല ഈശ്വരന്മാർ. വഴിപാടുകൾ എന്നുള്ളത് അതിനുവേണ്ടി നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യങ്ങളല്ല വഴിപാടുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ചില തത്വങ്ങളുണ്ട്. വഴിപാട് ആത്മസമർപ്പണമാണ്. ഭാരതീയ സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ത്യജിക്കുക. എച്ച് എന്ന ധാതുവിൽ നിന്നുണ്ടായ ത്യാഗം, ത്യജിക്കുക. അപ്പോൾ ത്യജിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. നമ്മൾ വഴി പോലെ പാടുപെട്ട് നമുക്കുണ്ടായിട്ടുള്ള നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈശ്വരന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് സമർപ്പണം. അല്ലെങ്കിൽ അങ്ങനെ ആ സമർപ്പണമാണ് വഴിപാട്. നമ്മളുടെ പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ആ പഞ്ചഭൂതാത്മകമായ ദ്രവ്യങ്ങൾ ഈശ്വരന് ദാനം ചെയ്യുക, സമർപ്പണം ചെയ്യുക. അതാണ് വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു വഴിപാടാണ് വിളക്ക് വയ്ക്കുക, വിളക്ക് തെളിയിക്കുക. ഈ വിളക്ക് തെളിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് നോക്കാം. വിളക്ക് തെളിയിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? വിളക്ക് തെളിയിക്കുമ്പോൾ ഇരുട്ടു മാറി വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാൽ ചക്ഷുരുന്മീലനം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് കണ്ണ് തെളിയിക്കുന്ന ആളാണ് ഗുരു, ഈശ്വരൻ. അപ്പോൾ നമ്മുടെ മുന്നിലുണ്ടാകുന്ന ഇരുട്ട്, നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അന്ധകാരം, നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ട് ഉഴലുകയാണെങ്കിൽ അതിന് നമുക്ക് കാണാൻ പറ്റാത്ത പരിഹാരം, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് മാത്രമുള്ള, അന്ധകാരം മാത്രമുള്ള, എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ പ്രവർത്തിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഭഗവാന് മുന്നിൽ ഒരു വിളക്ക് തെളിയിക്കുക. അപ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കുകയും നമുക്ക് ജ്ഞാനമുണ്ടാകുകയും മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യും. അതാണ് വിളക്ക് തെളിയിക്കുന്നതിന് പിന്നിലുള്ള ഒരു തത്വം. വിളക്ക് തെളിയിക്കുമ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിച്ച് തെളിയിക്കാം, നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എണ്ണയായാലും നെയ്യായാലും ശുദ്ധമായിട്ടുള്ള എണ്ണയോ നെയ്യോ മാത്രം ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിളക്കെണ്ണയും അല്ലെങ്കിൽ പല നെയ്യ് എല്ലാം പാരഫിൻ വാക്സ് പോലെയുള്ള ചില കെമിക്കലുകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മലിനമായിട്ടുള്ള എണ്ണകളിൽ നിന്നുണ്ടാക്കുന്ന ശുദ്ധീകരിച്ചിരിക്കുന്ന എണ്ണകളായിരിക്കും. അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് പാരഫിൻ വാക്സൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ഭഗവാന് മുന്നിൽ ഒരു വിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലേക്കുള്ള വഴികൾ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് തെളിയുകയും നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് ക്ഷേത്രങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം.